Hello friends, I am Dr. Rajesh Kumar. ഇന്ന് കോവിഡ് രോഗം ബാധിച്ചത് 95% പേരും വീടുകളിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് കോവിഡ് രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആവി പിടിക്കുക എന്നുള്ളതും രണ്ടാമത്തേത് നമ്മൾ തൊണ്ടയിൽ വെള്ളം കൊള്ളുക, ഗാർഗിൾ ചെയ്യുക എന്നുള്ളതും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അതായത് കൊറോണ വൈറസ് കയറി കഴിഞ്ഞാൽ ഇത് ആദ്യം പറ്റിപ്പിടിച്ചിരിക്കുന്നത് മൂക്കിൻ്റെ അകത്തും നമ്മുടെ തൊണ്ടയുടെ അകത്തുമാണ്. ഇത് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ആവി പിടിക്കണമെന്നും ഗാർഗിൾ ചെയ്യണമെന്നും തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആവി പിടിക്കുമ്പോഴും നമ്മൾ ഉപ്പിട്ട് തൊണ്ടയിൽ വെള്ളം കൊള്ളണമെന്ന സമയത്തും ഇതിനകത്ത് പലതരത്തിലുള്ള വസ്തുക്കൾ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ കൊറോണ വൈറസ് ചത്തുപോകുകയുള്ളൂ എന്നുള്ള പ്രചരണങ്ങളുണ്ട്. കൊറോണ ബാധിക്കപ്പെട്ട് വീടുകളിൽ തന്നെ കഴിയുന്നവർ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഈ പലതരം ഒറ്റമൂലി കോമ്പിനേഷനുകൾ അവർ സ്വയം പരീക്ഷിച്ചു നോക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് ബാധിതർക്ക് വീടുകളിൽ കഴിയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തൊണ്ടയിൽ വെള്ളം കൊള്ളുമ്പോഴും ആവി പിടിക്കുമ്പോഴും ചെയ്യേണ്ടതെന്നും ഇതുകൊണ്ടുള്ള പ്രയോജനം എങ്ങനെയാണ് വരുന്നതെന്നും ഞാൻ വിശദീകരിക്കാം. സാധാരണ നമ്മൾ ചെറു ചൂടുവെള്ളം തൊണ്ടയിൽ കൊള്ളുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. നമ്മൾ തൊണ്ടയിൽ വെള്ളം പിടിക്കുമ്പോൾ വെള്ളം സാധാരണഗതിയിൽ നമ്മുടെ നേസോ ഫാരിങ്സ്, അതായത് നമ്മൾ വാ തുറന്നാൽ കാണുന്ന നമ്മുടെ പുറകിലുള്ള ആ ഒരു ചുവപ്പ് ഭാഗവും ഒപ്പം നമ്മൾ തൊണ്ടക്കുഴി എന്ന് പറയുന്നില്ലേ, അതായത് ലാരിങ്സ് ഫാരിങ്സ് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗത്ത് മാത്രമാണ് നമ്മൾ വെള്ളം കൊള്ളുന്ന സമയത്ത് വെള്ളം എത്തുന്നത്. നമ്മൾ ഇങ്ങനെ തൊണ്ടയിൽ വെള്ളം കൊണ്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈ ഭാഗത്ത്, അതായത് നമ്മൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഗാർഗിൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപ്പിട്ട് ഉപയോഗിക്കാം. ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് ഇത് തൊണ്ടക്കുഴിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, അതായത് ഒരു കോവിഡ് ഇൻഫെക്ഷൻ നിങ്ങൾക്കറിയാം വൈറൽ ഇൻഫെക്ഷനാണ്. വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് നമുക്കൊരു വൈറൽ ഫാരിഞ്ചൈറ്റിസ് ഉണ്ടാക്കും. പലപ്പോഴും തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലൊരു തോന്നല്, തൊണ്ടയിൽ വെള്ളം ഉറക്കുമ്പോൾ അസഹനീയമായ വേദന, അതോടൊപ്പം തൊണ്ടയിൽ നമ്മളൊരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചതുപോലെ ഒരു കരകരപ്പ് അനുഭവപ്പെടുക. ഒരുപാട് പേർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേഷനാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇൻഫ്ലമേഷൻ നിങ്ങൾക്കറിയാം, ആ ഭാഗത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻസിന് ഒരു നീർക്കെട്ടുണ്ടാവും, അതോടൊപ്പം ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ ചുമന്ന് തടിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഉപ്പിട്ട് വെള്ളം പിടിക്കുന്ന സമയത്ത് ഇത് ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയാൻ സഹായിക്കും. കാരണം ഉപ്പിട്ട് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഐസോട്ടോണിക് സൊല്യൂഷനാണ്. ചെറു ചൂട് ഉപ്പുവെള്ളത്തിന്റെ പ്രത്യേകത, ഇത് ആ ഭാഗത്ത് നേരിട്ട് കൊള്ളുമ്പോൾ നമ്മുടെ രക്തക്കുഴലിന് ചുറ്റുമുള്ള ഇൻഫ്ലമേറ്ററി എക്സുഡേറ്റ്സും കഫവും ഇത് പെട്ടെന്ന് ഇളകിപ്പോവാൻ സഹായിക്കുന്നു. ഇത് തൊണ്ടയ്ക്ക് ഒരു സിംറ്റമാറ്റിക് റിലീഫ് നൽകും. അതായത് ഇത് ഒരിക്കലും നമ്മൾ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്നത് കൊറോണ വൈറസ് നശിക്കാൻ കാരണമാകില്ല, പക്ഷേ ഈ കൊറോണ വൈറസ് ഉണ്ടാകുന്ന തൊണ്ടയിലെ ബുദ്ധിമുട്ടുകളെ മാറ്റുന്നതിന്, അതായത് നമുക്ക് നീർക്കെട്ട്, വേദന, കരകരപ്പ് പോലുള്ള ബുദ്ധിമുട്ട് മാറ്റുന്നതിന് നമ്മൾ തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമ്മൾ തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു 250 ml വെള്ളത്തിനകത്ത് ചെറു ചൂടുവെള്ളം, ഒരിക്കലും വൈറസ് ചത്തുപോട്ടെ എന്ന് വിചാരിച്ച് ഭയങ്കര ചൂടുവെള്ളം എടുക്കരുത്. ഇത് തൊണ്ടയിൽ പൊള്ളലുണ്ടാക്കാൻ കാരണമാകും. നിങ്ങൾ ചെറു ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് അതിനകത്ത് ചേർക്കുക. ഈ വെള്ളം വേണം നിങ്ങൾ തൊണ്ടയിൽ കൊള്ളാനായിട്ട്. ദിവസത്തിൽ 1 or 2 തവണ നിങ്ങൾ ഈ ഗാർഗിൾ ചെയ്യുന്നത് ഈ വൈറൽ ഫാരിഞ്ചൈറ്റിസ് മാറുന്നതിനും നിങ്ങൾക്ക് തൊണ്ടയ്ക്കകത്തുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ മാറ്റാനും സഹായിക്കും. മാത്രമല്ല, പലപ്പോഴും തൊണ്ടയ്ക്ക് വരുന്ന ഈ കോവിഡിന്റെ ഇൻഫെക്ഷൻ സെക്കൻഡറി ആയിട്ട് നമുക്ക് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പോകാം, ശ്വാസകോശത്തിലേക്ക് പോകാം. ഇത്തരം ടെൻഡൻസികൾ ഒന്ന് കുറയ്ക്കുന്നതിനും മറ്റു ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ തോത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ തൊണ്ടയ്ക്ക് ഗാർഗിൾ ചെയ്യുന്നത് സഹായിക്കും. എന്നാൽ ചിലര് ഉപ്പിട്ട് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻഫ്ലമേഷൻ വർദ്ധിക്കാറുണ്ട്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ, പലരും തൊണ്ടയ്ക്ക് നമ്മൾ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് അവർ ഗാർഗിൾ ചെയ്യുന്നതിന്റെ ശബ്ദം ചിലപ്പോൾ അടുത്ത വീടുകൾ വരെ കേൾക്കാൻ സാധിക്കും. തൊണ്ടയിലുള്ള വൈറൽ ഇൻഫെക്ഷൻ പോട്ടെ എന്ന് വിചാരിച്ച് വളരെ ഒച്ചത്തിൽ ഇവർ കാർക്കിക്കാറുണ്ട്. കാർക്കിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒച്ചത്തിൽ വെള്ളം കൂടുതൽ താഴേക്ക് ഇറക്കി അവർ ഓർക്കാനിക്കുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫീൽ ചെയ്തു എന്ന് വരാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി, വളരെ ശക്തിയോടുകൂടി ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് ഇത് തൊണ്ടയിലെ മസിലുകൾക്ക് സ്ട്രെയിൻ കൂട്ടാനാണ് കാരണമാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി ഒരു കോവിഡ് വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ട് തൊണ്ടയ്ക്കകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, ഒപ്പം രക്തക്കുഴലുകൾ ഡയലേറ്റഡ് ആണ്. നിങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തൊണ്ടയ്ക്കകത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടാനും രക്തം വരാനും, പലപ്പോഴും നമ്മൾ ഈ കാർക്കിച്ച് തുപ്പുമ്പോൾ അതിനകത്തുനിന്ന് രക്തം പോകുന്നത് കാണാം, തൊണ്ടയ്ക്കുള്ള ഇൻഫെക്ഷൻ കൂടുകയും ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ
ഉണ്ടെങ്കിൽ, നീർക്കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി 2 അല്ലെങ്കിൽ 3 തവണ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താൽ മതിയാകും. ഇനി ചിലർക്ക് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താലും തൊണ്ടയിൽ അസഹനീയമായ വേദന അനുഭവപ്പെടും, വേദന മാറുന്നില്ല എന്ന് കോവിഡ് ഇൻഫെക്ഷൻ ബാധിക്കുന്ന പലരും കോമൺ ആയിട്ട് പറയാറുണ്ട്. ഇത്തരക്കാർ ചെയ്യേണ്ടത് നമ്മൾ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്നതിന് പകരം ഇഞ്ചി ചതച്ച് അതിൻ്റെ ചാറെടുത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഗാർഗിൾ ചെയ്യുക. ഇഞ്ചിയുടെ ചാറിന് നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാക്കുന്ന വൈറൽ ഫാരിഞ്ചൈറ്റിസിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ക്ലിനിക്കലി ഒരുപാട് പേരിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുമ്പോൾ ആശ്വാസം ലഭിക്കുന്നില്ല എങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ആ ചെറു ചൂട് വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഗാർഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ കോവിഡ് വൈറസിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് തൊണ്ടയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറാൻ സഹായിക്കും. എന്നാൽ മറ്റു ചിലരിൽ കോവിഡ് വൈറസ് തൊണ്ടയിൽ സൃഷ്ടിക്കുന്ന ഇൻഫെക്ഷൻ അവർക്ക് ഒച്ചയടപ്പോ അല്ലെങ്കിൽ ചെറിയ തൊണ്ട കുത്തിയുള്ള ചുമയ്ക്കോ കാരണമാകാറുണ്ട്. ഇത് പലപ്പോഴും അവർക്ക് തൊണ്ടയിലേക്ക്, താഴത്തെ പോർഷനിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ ഒരു ഇൻഫെക്ഷൻ മാറണമെന്നില്ല. ഇത്തരക്കാർ നല്ല ചൂടുവെള്ളം കുടിക്കുന്നത് പലപ്പോഴും താഴേക്കുള്ള ലോവർ പോർഷനിൽ വരുന്ന ഇൻഫെക്ഷൻ മാറാനായിട്ട് സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇഞ്ചി വെച്ച് ഗാർഗിൾ ചെയ്യാൻ, അതിന് പകരം ഇഞ്ചി ഇട്ടിട്ട് നിങ്ങളൊരു ജിഞ്ചർ ടീ ഉണ്ടാക്കി കഴിക്കുക. പലരും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം തുടർച്ചയായിട്ട് കുടിക്കുക. അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് അല്പം നിങ്ങൾ ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഇട്ടിട്ട് അതിനകത്ത് നിങ്ങൾ ഇഞ്ചി ചതച്ച് ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജിഞ്ചർ ടീയോ ജിഞ്ചർ കോഫിയോ ഉണ്ടാക്കാം. ഈ കോമ്പിനേഷൻ നിങ്ങൾ സാധാരണ ചായ കുടിക്കുമ്പോൾ എത്ര ചൂടാണ് ഉപയോഗിക്കുന്നത്, ആ ചൂടിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോവർ ഫാരിങ്സിൽ ഉണ്ടാകുന്ന ഈ ഒരു കോവിഡ് വൈറസിൻ്റെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും കുറയാനായിട്ട് സഹായിക്കും. കോവിഡ് വൈറസിന് നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് മഞ്ഞൾ, കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് പോലുള്ളവ നല്ലതാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ തൊണ്ടയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻ മാറാൻ വേണ്ടി ഇത്തരം വസ്തുക്കൾ ചേർത്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതോ ഇല്ലെങ്കിൽ ഈ നമ്മൾ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് മഞ്ഞളിട്ട് ഗാർഗിൾ ചെയ്യുന്നതോ കുരുമുളക് ഇട്ട് ഗാർഗിൾ ചെയ്യുന്നതോ ഒന്നും തൊണ്ടയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഗാർഗിൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് പേര് കോവിഡ് സമയത്ത് ആശ്രയിക്കുന്നതാണ് ആവി പിടിക്കുന്നത്. ആവി പിടിക്കുന്നതും കൊറോണ വൈറസിനെ നശിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ആവി പിടിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉപയോഗം അതല്ല. നിങ്ങൾ സാധാരണ ഒരു ചെറിയ വാവട്ടമുള്ള ഏത് പാത്രത്തിനകത്തും നിങ്ങൾ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി നിങ്ങൾക്ക് കൊള്ളാവുന്നതാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഉപ്പ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ വൈറൽ ഇൻഫെക്ഷനെതിരെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ശ്വാസനാളത്തിൽ, അതായത് മൂക്കിനകത്തോ ഇല്ലെങ്കിൽ നമ്മുടെ സൈനസുകൾക്കകത്തോ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം ഇളകിപ്പോവാൻ നല്ലതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് വൈറസ് നമ്മുടെ മൂക്കിനകത്തെയും സൈനസിനകത്തെയും ശ്ലേഷ്മപാളിക്ക്, മ്യൂക്കസ് മെംബ്രെയിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാക്കുന്ന ഒരു കഫമുണ്ട്, അതോടൊപ്പം അവിടെ ഇളകിക്കൂടുന്ന എപ്പിത്തീലിയൽ ഡെബ്രിസ് ഉണ്ട്, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇതെല്ലാം ഒന്ന് കുറയുന്നതിനും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കഫം ഇളകിപ്പോകുന്നതിനും നമ്മൾ ആവി പിടിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ ആവി പിടിക്കുന്നതിന് കൊറോണ വൈറസിനെ നശിപ്പിക്കാനുള്ള കഴിവില്ല. ഇനി നമുക്ക് ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. നിങ്ങൾ ഒരു 250 ml വെള്ളത്തിനകത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ്. ഉപ്പല്ലെങ്കിൽ നിങ്ങൾക്ക് 250 ml വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിപ്പിച്ച മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ടും നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ്. ഇത് കൊറോണ വൈറസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പലരും സാധാരണ ആവി പിടിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന വേപ്പറബുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇവ ഉപയോഗിച്ച് ആവി പിടിക്കുന്ന ഒരു ശീലം വളരെ കോമൺ ആയിട്ട് മലയാളികൾക്കുണ്ട്. എന്നാൽ നമ്മൾ ഒരു വൈറസ് ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് കോവിഡ് ഇൻഫെക്ഷൻ എല്ലാം നമ്മൾ ഇത്തരം വേപ്പറബുകൾ ഇട്ട് ആവി പിടിക്കുന്ന സമയത്ത് വേപ്പറബിൽ മീഥൈൽ സാലിസിലേറ്റ് പോലുള്ള ചില രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൂക്കിനകത്ത് ഒരു കോൾഡ് സെൻസേഷൻ, നമുക്ക് നല്ലൊരു സുഖം ലഭിക്കും, ഒരു സെൻസേഷൻ ലഭിക്കും എന്നല്ലാതെ ഇത്തരം രാസവസ്തുക്കൾ നമുക്ക് ഈ മ്യൂക്കസ് മെംബ്രെയിൻസിനെ ഡ്രൈ ആക്കാനും അവിടെ ഉണ്ടാകുന്ന കഫം അവിടെ തന്നെ അടിഞ്ഞുകൂടിയിരിക്കാനും കാരണമാകും. അതുകൊണ്ട് വേപ്പറബുകൾ ഉപയോഗിക്കുന്നതിന് പകരം വെറും വെള്ളത്തിൽ നിങ്ങൾ ആവി പിടിക്കുന്നതോ ഇല്ലെങ്കിൽ അല്പം ഞാൻ ഈ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയിട്ടിട്ടോ ആവി പിടിച്ചാൽ മതിയാവും. പലരും സോഷ്യൽ മീഡിയ കാണുന്ന പോലുള്ള പല കോമ്പിനേഷൻസ് ആവി പിടിക്കാൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുമായിട്ടൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരിക്കലും 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആവി പിടിക്കാൻ പറയരുത്. കൊച്ചുകുട്ടികൾക്ക് കോവിഡ് ബാധയുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് തുണി മുക്കി പിഴിഞ്ഞിട്ട് നിങ്ങൾ മുഖത്തൊന്ന് ചൂട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം വെച്ച് മുഖം കഴുകി കൊടുക്കുകയോ ചെയ്താൽ മതിയാകും. ഒരിക്കലും അത്യാവശ്യം പ്രായമായ ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ആവി കൊടുക്കാൻ പാടുള്ളൂ.
എപ്പോഴും ആവി പിടിക്കുന്ന ഉപകരണവുമായിട്ട്, അത് പാത്രമായിക്കോട്ടെ ഇല്ലെങ്കിൽ വേപ്പറൈസ് ആയിക്കോട്ടെ, അതുമായിട്ട് മിനിമം 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾ ആവി പിടിക്കാനായിട്ട്. ഇങ്ങനെ പറയാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, നിങ്ങൾ പലപ്പോഴും ഈ ഉപ്പിട്ട് ആവി പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേപ്പറിൻ്റെ ചൂട്, സാധാരണ 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. നിങ്ങൾ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ചൂട് 1-2 ഡിഗ്രി കൂടി ചൂടാനുള്ള, അതായത് കുറച്ചുകൂടി ചൂട് കൂടിയ വേപ്പറായിരിക്കും, ആവിയായിരിക്കും വരുന്നത്. ഇത് നിങ്ങൾ കൂടുതൽ അടുത്തിരുന്നാൽ നേരിട്ട് ഇത് മൂക്കിനകത്തോ ഇല്ലെങ്കിൽ മുഖത്തോ പൊള്ളലേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ വെള്ളം തെറിച്ച് വീണോ ഇല്ലെങ്കിൽ ഈ പാത്രം ചരിഞ്ഞിട്ടോ ശരീരത്തിന് പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇരുന്ന് മാത്രം ആവി പിടിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അതേപോലെ കോവിഡ് രോഗികൾ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നിങ്ങൾ ആവി പിടിക്കുന്ന സമയത്ത് ശക്തിയായിട്ട്, കാരണം അവിടെ നിന്ന് കഫം ഇളകി വരുമെന്ന് ഞാൻ പറഞ്ഞു, ഈ ഇളകി വരുന്ന കഫം നിങ്ങൾ നീക്കം ചെയ്യുക എന്നതിനപ്പുറം ആവി പിടിച്ചതിന് ശേഷം വളരെ ശക്തിയായിട്ട് മൂക്ക് ചീറ്റുക എന്നുള്ള രീതി ഒഴിവാക്കുക. 2 പ്രോബ്ലംസ് ഉണ്ട്. ഇളകി വരുന്ന കഫം നിങ്ങൾ ശക്തിയായിട്ട് ഒരു മൂക്ക് അടച്ചു പിടിച്ച് ചീറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വശത്തുള്ള ചെവിയിലേക്ക് ഒരുപക്ഷെ കഫം തള്ളിക്കയറാനുള്ള സാധ്യതയുണ്ട്. ചെവിയിലേക്ക്, നമ്മുടെ ചെവിക്കകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് തൊണ്ടക്കുഴിയിൽ വന്ന് കണക്ട് ചെയ്യുന്ന ഒരു യുസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കനാലുണ്ട്. ഈ കനാലിന് അകത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾ മൂക്ക് അടച്ചു പിടിച്ച് ചീറ്റിക്കഴിഞ്ഞാൽ കഫം ഈ കനാലിനകത്തേക്ക് കയറിപ്പോകാനും നിങ്ങൾക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശക്തിയായിട്ട് മൂക്ക് ചീറ്റരുത്. മറ്റൊന്ന്, സൈനസിനകത്ത് ഈ നീർക്കെട്ടുള്ളപ്പോൾ നിങ്ങൾ വളരെ ഫോഴ്സിൽ നിങ്ങൾ മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ കഫം ഇളകി വരുന്നതിൻ്റെ ഒപ്പം തന്നെ രക്തവും വന്ന് ഇതിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടാക്കിയെന്ന് വരാം. ഓൾറെഡി കോവിഡ് സമയത്ത് നിങ്ങൾ വീട്ടിൽ റെസ്റ്റിലാണ്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി ഒരു ആശുപത്രിയിൽ പോകാനോ തുടർ ചികിത്സ എടുക്കാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ആവി പിടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ത് എന്നുള്ളതാണ്. സാധാരണ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. വേപ്പറൈസറിൽ ആവി പിടിക്കുമ്പോൾ ഈ വേപ്പറൈസർ പ്ലാസ്റ്റിക് ആണല്ലോ, പ്ലാസ്റ്റിക് ഉരുകിയിട്ട് അതും കൂടി നമുക്ക് മൂക്കിനകത്തേക്ക് വന്നാൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പ്രചരണവുമുണ്ട്. എന്നാൽ അത് സത്യമല്ല. നമ്മൾ ചൂടാക്കിയാലും ഉരുകാത്ത ടൈപ്പ് തെർമോ സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് വേപ്പറൈസറിനകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ വേപ്പറൈസർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ വേപ്പറൈസറിനകത്ത് ഈ ഉപ്പിടുന്നതിന് പകരം ഒരുപക്ഷെ മഞ്ഞൾപ്പൊടിയോ മറ്റെന്തെങ്കിലും വസ്തുവാണ് ഇടുന്നതെങ്കിൽ ഈ വേപ്പറൈസർ വളരെ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് ആവി പിടിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര പുട്ടുകടത്തിലോ വല്ലതും നിങ്ങൾ വെള്ളമെടുത്ത് അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, വേപ്പറൈസർ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അത് തുറന്ന് അതിനകത്തുള്ള ബാക്കി വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി സൂക്ഷിക്കണം. കാരണം നിങ്ങൾ ഈ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇൻഫെക്ഷൻ വരാൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ വശങ്ങളിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കോവിഡിൻ്റെ ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ട്. നിങ്ങൾ വീണ്ടും ഇതേ വെള്ളം ഉപയോഗിച്ചതിന് നിങ്ങൾ ആവി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാം. സൈനസിനകത്ത് ഒരുപക്ഷെ കോവിഡ് തുറന്നിട്ട് പോളിപ്പുകൾ ഡെവലപ്പ് ചെയ്യാനോ സെക്കൻഡറി ചെവി ഇൻഫെക്ഷനോ കഫക്കെട്ടോ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് പാത്രമായിക്കോട്ടെ വേപ്പറൈസർ ആയിക്കോട്ടെ നിങ്ങൾ തുറന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ആവി പിടിക്കേണ്ടത് എങ്ങനെയെന്നും ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് വന്ന് വീടുകൾ റെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ കോവിഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.